ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. عن عائشة أم المؤمنين رضي الله تعالى عنها عن رسول الله صلى الله عليه وسلم شعبان شهري ورمضان شهر الله رواه السيوطي في الجامع الصغير. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم أنه قال هل تدرين ما هذه الليلة يعني ليلة النصف من شعبان قالت ما فيها يا رسول الله فقال فيها يكتب كل مولود من بني آدم في هذه السنة وفيها أن يكتب كل هالك من بني آدم في هذه السنة وفيها ترفع أعمالهم وفيها تنزل أرزاقهم. فقالت يا رسول الله ما من أحد يدخل الجنة إلا برحمة الله فقال ما من أحد يدخل الجنة إلا برحمة الله تعالى ثلاثا قلت ولا أنت يا رسول الله فوضع يده على هامته فقال ولا أنا إلا أن يتغمدني الله منه برحمتي يقولها ثلاث مرات رواه البيهقي في الدعوات الكبير. الله سبحانه وتعالى പരിശുദ്ധവും പരിപാവനവുമായ ഈ സലാത്തിന്റെ ദുആയുടെ മജ്ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകൾക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ ഹൃദയത്തിലും ഒരിക്കലും വന്നിട്ടില്ലാത്ത അനുഗ്രഹ പർദീസയിൽ അല്ലാഹു നമ്മെയും നമ്മുടെ ഗുണകാംക്ഷികളെയും ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസ്രിഫുസ് സൂഅ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടി തന്നതുപോലെ നാം ഇതുവരെ നിർവഹിച്ച നമ്മുടെ ദിക്ർ, നമ്മുടെ നമസ്കാരം, അസ്ർ നമസ്കാരം കൊണ്ട് തുടങ്ങി. അതിന് മുമ്പ് നമ്മൾ ദിക്ർ മജ്ലിസ് നടത്തി. അതിനുശേഷം നമ്മൾ തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, തഹ്മീദിന്റെ, സ്വലാത്ത് സലാമിന്റെ മജ്ലിസിലൂടെ നമ്മൾ കടന്നു വന്നു. പടച്ച റബ്ബ് ഒന്നിനു ശേഷം നന്നായിട്ട് നമുക്ക് നൽകിയ തൗഫീഖുകളിൽ എല്ലാം അല്ലാഹു ഖബൂലിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നന്മയുടെ ഏട് തുറന്നു നോക്കുമ്പോൾ ദിവസം പ്രതി നന്മകൾ അല്ലാഹുവിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആഴ്ചകളോടും നന്മകൾ അല്ലാഹുവിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലാഹുവിലേക്ക് വാർഷിക റിപ്പോർട്ട് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ അല്ലാഹുവിലേക്ക് നന്മകൾ കയറ്റുമതി ചെയ്യപ്പെടുമ്പോൾ നാളെ പരലോകത്ത് വെച്ച് നമ്മുടെ ഏടുകളെ തുറന്നു നോക്കുന്ന നിമിഷത്തെ പറ്റി അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നുണ്ട്. യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ കിതാബ് എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നു എങ്കിൽ, എന്റെ നന്മകൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഏടുകൾ എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നു എങ്കിൽ, ദുഃഖത്തോടെ നിരാശയോടെ പറയപ്പെടുന്ന ഒരു സംഗതിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയപ്പെടുന്നുണ്ട്. എന്നാൽ വലത് കൈയിൽ കിതാബ് നൽകപ്പെട്ട നന്മകൾ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് സ്വർഗത്തിൽ. ഇടത് കൈയിലോ പുറംഭാഗത്തിൽ കൂടെയോ നന്മയുടെ ഏടുകൾ നൽകപ്പെടുന്നവരുമുണ്ട് പരലോകത്തിൽ.
അങ്ങനെ വലം കയ്യിൽ കിതാബ് നൽകപ്പെട്ട് നന്മകളുടെ ഏടുകൾ കണ്ട് സന്തോഷിക്കുന്ന കൺനിറയുന്ന കൺകുളിർക്കുന്ന കൽബിന് കുളിരണിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അമലുകളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ ദിവസത്തെ ഏടുകളിൽ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആഴ്ചയുടെ ഏടുകളിൽ അതിങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട് ആകാശത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധമായ ശഅബാനിന്റെ 15ന്റെ ദിനരാത്രങ്ങളിൽ വാർഷികമായ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു ഉത്തമ ബോധ്യം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഫുൾ ടൈം നമ്മൾ ഒബ്സർവേഷൻ പാടില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നാൽ ഒരു ഒബ്സർവേഷൻ സെക്ഷൻ ഉണ്ട്. വാർഡിലേക്കും റൂമിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു ഒബ്സർവേഷൻ സെക്ഷൻ ഉണ്ട്. അവിടെ വെച്ച് എന്തെങ്കിലും രോഗിക്ക് സംഭവിച്ചു പോകുമോ എന്ന മുഴുസമയ നിരീക്ഷണത്തിലാ രോഗിയുള്ളത്. ഒബ്സർവേഷൻ സിസ്റ്റത്തിലാ നിലവിലുള്ളതെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ഊണിലും ഉറക്കിലും രാവിലും പകലിലും എല്ലാം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും ഫുൾ ടൈം ഒബ്സർവേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഞാനും നിങ്ങളും. ചെയ്യുന്ന അമലുകളും ഹൃദയത്തിൽ വന്നു പോകുന്ന ചിന്തകൾ വരെയും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിശ്ചയമായിട്ടും നിങ്ങളുടെ കണ്ണും കാതും നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോകുന്ന ചിന്തകൾ വരെയും ചോദ്യം ചെയ്യപ്പെടുന്നൊരു ദിനരാത്രമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സന്നിഗ്ധമായി പറയുമ്പോ നമ്മൾ വീണ്ടും വീണ്ടും അശ്രദ്ധയുടെ ഉറക്കത്തിലേക്ക് തലകുലിക്കുകയാണ്. വല്ലാത്ത ഈമാനിന്റെ ദൗർബല്യമാണ് എനിക്കും നിങ്ങൾക്കും സംഭവിച്ചു പോയിട്ടുള്ളത്. വല്ലാത്ത ഈമാനിന്റെ ദൗർബല്യത്തിലാണ് ഞാനും നിങ്ങളും ഇങ്ങനെ അശ്രദ്ധയുടെ ഉറക്കം. അല്ലാഹുമ്മ നബ്ബിഹിനാ അന്ന ഉമ്മത്തിൽ ഗാഫിലീൻ. അശ്രദ്ധയുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളുടെ ഉണർത്തണേ തമ്പുരാനെ. അശ്രദ്ധയുടെ ഉറക്കമാണ് അശ്രദ്ധയുടെ ഉറക്കം. ഇദാ മാതു ഇൻതബഹു വന്നാസു നിയാമൻ അന്നാസു കുല്ലുഹും നിയാമൻ. മനുഷ്യരെല്ലാം അശ്രദ്ധയുടെ ഉറക്കത്തിലാണ്. ഉണരുന്ന സമയം മരിക്കുമ്പോഴാണ്. ഇദാ മാതു ഇൻതബഹു. മരിച്ചാലെന്നുണരും, മരിക്കും വരെ ഉണരാത്ത അശ്രദ്ധയുടെ ഉറക്കമാ. ഓരോ റജബ് വരും, റജബിന്റെ അവ്വലിലൈലത്ത് വരും. അപ്പൊ റജബിനെ പറ്റി പറയും ഇത് വിതയ്ക്കാനുള്ള മാസമാണ്. പിന്നെ ശഅബാൻ വരും, അത് നനയ്ക്കാനുള്ള മാസമാണ്. പിന്നെ റമളാൻ വരും, അത് കൊയ്യാനുള്ള മാസമാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിയിടമാണ്. സീസൺ അറിഞ്ഞ് വിത്തിടണം കർഷകൻ. നല്ല സീസൺ വരുമ്പോ, മഴക്കാറ് കാണുമ്പോ, നല്ല ഞാറ്റുവേലകൾക്ക് ചേർന്നിട്ട് കുരുമുളകിന്റെ തൈ വെച്ച് കൊടുത്താൽ നല്ല വരുമാനം കിട്ടും, നല്ല വിളവ് കിട്ടും. ഇപ്പോഴാണ് നമ്മുടെ പെപ്പർ ഫാമിംഗ് PVCയിൽ വന്നിട്ടുള്ളത്. മുമ്പൊക്കെ ഓരോ താങ്ങുകാലികൾ പ്രകൃതിയാലുള്ള കൊന്നയിലോ അടക്കയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും മരങ്ങളിലേക്ക് കുരുമുളകിന്റെ തൈ കയറ്റി വിടുമായിരുന്നു. അങ്ങനെ കുരുമുളകിന്റെ തൈ കയറ്റി വിടണമെങ്കിൽ ഞാറ്റുവേല നോക്കണം എന്ന് പറഞ്ഞാൽ സീസൺ കാത്തിരിക്കണം. ഈ സാധനത്തിന് സീസൺ നോക്കേണ്ടതില്ല. വെള്ളവും മണ്ണും ഒക്കെയാണെങ്കിൽ നടാം എപ്പോഴും. പക്ഷെ നേരത്തെ അങ്ങനെയല്ല. നോക്ക്, ഞങ്ങളുടെ ഉപ്പമാര് കുരുമുളക് കൃഷി അങ്ങനെയല്ലായിരുന്നു ചെയ്തിരുന്നത്. അതിങ്ങനെ ഞാറ്റുവേല നോക്കിയിരിക്കും, സീസൺ കാത്തിരിക്കും. അതുപോലെ സീസണുകൾ കാത്തിരുന്നിട്ട് അമലുകൾക്ക് സാധ്യതയുള്ള സമയങ്ങളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി
നന്മകളിൽ മുന്നേറുന്ന സത്യവിശ്വാസികളായിരുന്നു നമ്മുടെ മുന്നോറുകൾ. അവരിങ്ങനെ നന്മയുടെ അവസരങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ച പറഞ്ഞത് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിയിടമാണ്. ഹദരിയത്തിന്റെ കൃഷിയിടം കൈകാര്യം ചെയ്യുന്ന ഞാനും നിങ്ങൾ ഓർക്കേണ്ട സമയം, ഓരോ സീസണുകൾ ഇങ്ങനെ വന്നണയുമ്പോ റജബ് വന്നിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞു പോയി, ഷഅബാൻ വന്നിട്ട് അതിന്റെ പകുതിയോടടുത്ത് നിൽക്കുന്നു, ബറാഅത്തിന്റെ രാവിനെ കുറിച്ചുള്ള അറിയിപ്പും വന്നു. അടുത്തൊരു വർഷത്തെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രാവാണ് വരുന്നത്. അടുത്ത വർഷം ആരാ മരിക്കുന്നത്, അടുത്ത വർഷം ആരാ ജനിക്കുന്നത്, അടുത്ത വർഷം ആരാ ഹാഫിളാകുന്നത്, അടുത്ത വർഷം ആരാ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അടുത്ത വർഷം ആരാ സ്ഥാപനത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടുന്നത്, അടുത്ത വർഷം ആർക്കാ വിവാഹം ഉറയ്ക്കുന്നത്, അടുത്ത വർഷം ആരുടെ വിവാഹമാ ഡൈവോഴ്സ് ചെയ്യപ്പെടുന്നത്, എല്ലാം തീരുമാനിക്കപ്പെടുന്ന ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ഗൗരവകരമായ കാര്യങ്ങളുടെ അസന്നിഗ്ധമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു രാത്രി ശഅബാനിന്റെ 15 അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ലൗഹുൽ മഹ്ഫൂദിൽ വെച്ച് അല്ലാഹു ഈ മനുഷ്യന്മാരുടെ മുഴുവൻ അമലുകളും എഴുതി വെച്ച് പോയി. കുതിബ മഖാദീറുൽ ഖൽഖി ഖബല ഖൽഖിസ് സമാവാതി വൽ അർളി ഖബല 50000 ആം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് എന്ത് വരണം വരണ്ട, ആര് ജനിക്കണം ജനിക്കണ്ട, എന്ത് തിന്നണം തിന്നണ്ട എന്നൊക്കെ എഴുതി വെച്ച് പേന ഉണങ്ങി പോയിട്ടുണ്ടോ എങ്കിൽ അതിനെ എല്ലാ വർഷവും ഓരോ കൃത്യമായ വാർഷിക ബഡ്ജറ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ട് ആര് ജനിക്കണം, ആര് മരിക്കണം, ആര് വെക്കണം, ആര് തകർക്കണം, എല്ലാം കൃത്യമായിട്ട് ഭേദഗതിയുടെ ഒരു സമയമാണ് ശഅബാനിന്റെ 15 രാവ് മുതൽ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് വരെ അല്ലാഹു ഭേദഗതിയുടെ ഒരു ടൈം തന്നിരിക്കുന്നു. പക്ഷെ ഈ സമയവും നമ്മൾ വന്നിങ്ങനെ തഴുകി പോകുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ അശ്രദ്ധയുടെ ഉറക്കത്തില്ല. എത്രയോ ശഅബാൻ, എത്രയോ റജബ്, എത്രയോ റമദാൻ. ഞാനും നിങ്ങളും ഈ ഭൂലോകത്ത് അടുത്ത ഒരു റജബിനുണ്ടോ, ശഅബാനിനുണ്ടോ, റമദാനിനുണ്ടോ, ആർക്കും ഒരുറപ്പില്ല. എങ്കിലും ഒരു വേവലാതിയില്ല, എങ്കിലും ഒരു വെപ്രാളമില്ല. 1000 അവസരങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ട്, 1000 സാഹചര്യങ്ങൾ ഇങ്ങനെ ഒത്തിണങ്ങി വന്നു പോയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്നെയാക്കി നാളെയാക്കി മറ്റന്നാളാക്കി അശ്രദ്ധയുടെ മാറ്റിവെക്കലുകൾ നിരന്തര ശീലമായി പോയ അലസന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹാഫിളീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, അവസരങ്ങൾ നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കാതോർത്തിരിക്കണം. ഓരോ അവസരങ്ങൾ വരുമ്പോ ഒരു രാത്രി ഉറക്കമഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് കരഞ്ഞഭ്യർത്ഥിച്ചാൽ ഒരു രാവിൽ അടുത്ത ഒരു വർഷത്തെ നിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ നടക്കുമെന്നറിയിപ്പുണ്ടായാൽ നമ്മൾ ഉറക്കമഴിയാറില്ല. ഒരു രാത്രിയിൽ നിങ്ങൾ ഹയാത്താക്കിയാൽ 1000 മാസം ഉത്തമമായ 1000 മാസം 82 വർഷത്തോളം ഇബാദത്ത് ചെയ്തൊരു പുണ്യം ഒരു രാത്രിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒരൊറ്റ രാത്രി ഉറക്കമഴിഞ്ഞാ മതി. കേൾക്കില്ല ഞങ്ങളാരും. കല്യാണത്തിന് വേണ്ടി ഉറക്കമഴിയും, ഹോസ്പിറ്റലിൽ വാരാന്തയിൽ ഉറക്കമഴിയും, കളികൾ കണ്ടു തീർക്കാൻ, പരമ്പരകൾ കണ്ടു തീർക്കാൻ ഉറക്കമഴിയും, എന്തിനൊക്കെയോ വേണ്ടി ഉറക്കമഴിയും. റീലുകൾ കണ്ടിട്ട് 4 മണി വരെ നമ്മളിരിക്കും. മൊബൈൽ നോക്കിയിട്ട്, ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട്, അതിലൊന്ന് നോക്കിയിട്ട് വെളുക്കണവരെ നമ്മളിരിക്കും. പക്ഷെ ഒരു രാത്രി കൊണ്ട് 82 വർഷത്തെ ഇബാദത്ത് നിന്റെ ഏടുകളിൽ എഴുതി വെക്കാമെന്ന വലിയ സൗഭാഗ്യം പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉറക്കമഴിയില്ല. അത്രത്തോളം ബലഹീനമായ ഈമാനിന്റെ ആൾക്കാരായിട്ട് നമ്മൾ അതപ്പതിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുമ്മ നബ്ബിനാ അൻ നൗമത്തിൽ ഗാഫിലീൻ, അശ്രദ്ധയുടെ ഉറക്കത്തിൽ നിന്ന് ഇനിയെങ്കിലും ഞങ്ങളെ തട്ടി ഉണർത്തണേ തമ്പുരാനേ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ശഅബാൻ മാസത്തെ സംബന്ധിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശഅബാൻ ഷഹീദി, ശഅബാൻ എൻ്റെ മാസം എന്നാണ്.
ശഅബാൻ എന്റെ മാസം എന്നാണ്. അപ്പൊ റജബ് അള്ളാഹുവിന്റെ മാസം. അപ്പൊ റമദാൻ ഉമ്മത്തിന്റെ മാസം. അപ്പൊ അള്ളാഹുവിന്റെ മാസമാകുന്ന റജബ്, അതിൽ അള്ളാഹു വലിയ ബർക്കത്തുകൾ വെച്ചിരുന്നു. നമ്മളൊക്കെ ആരൊക്കെ ചോദിച്ചു, ആർക്കൊക്കെ കിട്ടി, പടച്ച റബ്ബിനെ അറിയാമോ. പിന്നെ ശഅബാൻ അതിപ്പോ തീരും, വന്നു ഇപ്പൊ പോകും. അത് ഹബീബായ മുത്തായ തങ്ങളുടെ മാസം. അതിന്റെ കാരണം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത മാസം വരുന്നത് ഉമ്മത്തിന്റെ മാസമാണ്. നേടിയെടുക്കാൻ ഭാഗ്യം കിട്ടിയ മുഅ്മിനീങ്ങൾ വാരിക്കോരി നേടിയെടുക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലങ്ങളാൽ വരവാണ്. ആ പരിശുദ്ധമായ മാസത്തിന്റെ അറിയിപ്പായിട്ട് 2 പൈലറ്റ് വാഹനം, ദക്ഷിണ ജന്നത്തുൽ പ്രചാരണ വാഹനം നമ്മളെ പള്ളിക്കലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആദ്യ ഒരു വാഹനം വന്നു, നമ്മൾ കണ്ടതാണ്. അവർ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ നമ്മളെ നല്ല ആവേശഭരിതരാക്കി വെക്കുമ്പോൾ അടുത്ത വാഹനം വന്നു. അപ്പൊ ഈ വാഹനം അടുത്ത സ്ഥലത്ത് പോയി, അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി. അപ്പൊ അടുത്തവർ വന്ന് ചുറ്റുപാട് ഒരുക്കി വന്നപ്പോൾ നേതാക്കൾ വന്നു. ഇതുപോലെ റജബ് വന്നിട്ട് അള്ളാന്റെ മാസം വന്ന് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്, പാപങ്ങൾ പൊറുപ്പിക്കേണ്ട മാസമാണ് റജബ്. അങ്ങനെ പാപങ്ങളൊക്കെ പുറത്തു വെച്ച് ഹൃദയത്തിനെ നന്നാക്കി, ഹൃദയം ഇങ്ങനെ പാകമാക്കി അവിടെ ഇങ്ങനെ വിത്തിട്ടിട്ട് ആ ഹൃദയത്തെ ഒരു നന്മയും ഏതൊരു നന്മയും ഉൾക്കൊള്ളാൻ പാകത്തിലാക്കി വെക്കുമ്പോ പുണ്യ റസൂലിന്റെ മാസം വരും, ശഅബാനിന്റെ മാസം, സ്നേഹത്തിന്റെ മാസം, നനയ്ക്കാനുള്ള മാസം, പിന്നെ മഹബ്ബത്തിന്റെ മാസം, സ്വലാത്തിന്റെ മാസം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു എത്ര സുന്ദരമായി ആലങ്കാരികമായിട്ടാണ് ആ പരമയാഥാർത്ഥ്യം നമ്മളോട് പറഞ്ഞത്. തർക്കീദിന്റെ നൂല് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും മുളയ തമ്പുരാനും അവന്റെ പടപ്പുകളും ചേർന്നൊരുക്കുന്ന ഒരു മഹാത്ഭുതമുണ്ട്, ഒരു സദ്യയുണ്ട്, ഒരു സുന്ദരമായ ഒരു വിരുന്ന് സൽക്കാരമുണ്ട്. അതൊരു മഹത്തായ അതിഥിക്ക് വേണ്ടി ഒരുക്കുന്ന സൽക്കാരമാണ്. വേണമെങ്കിൽ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഈമാൻ കൊണ്ട് അനുഗ്രഹീതമായവരെ, നിങ്ങളും അതിന്റെ ഭാഗവാക്കാകി. ആലമുൽ ഉലുവിയായിട്ടുള്ള ആകാശത്തിന്റെ മലായികത്തുകൾ മുഴുവൻ ചേർന്ന് നിന്ന് ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിൽ ഭൂമിയിൽ വസിക്കുന്ന മുഴുവൻ മനുഷ്യരുമേ എന്നല്ല, ഈമാൻ കൊണ്ട് അനുഗ്രഹീതമായ സത്യവിശ്വാസികളെ, നിങ്ങളും ആ പുണ്യത്തിന്റെ ഭാഗവാക്കാകി. സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് സലാമിന്റെ മന്ത്രോച്ചാരണങ്ങളെ കൊണ്ട് ധന്യരാകാൻ ഭാഗ്യമുള്ളവരെ നിങ്ങൾ മുന്നോട്ട് വരിൻ എന്ന അല്ലാഹുവിന്റെ നിർദ്ദേശം സൂറത്തുൽ അഹ്സാബിൽ ഉണ്ടാകുന്നത് ശഅബാനിന്റെ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ശഅബാനിന്റെ മാസം സ്വലാത്തിന്റെ മാസം കൂടിയാണ്. അല്ലാഹു ഒരുപാട് സ്വലാത്ത് ഞാൻ തൗഫീഖ് തരട്ടെ, ഒരുപാട് സ്വലാത്ത് ഞാൻ തൗഫീഖ് തരട്ടെ. നാവിൽ പടച്ച റബ്ബ് ഇത്രയും എളുപ്പമാക്കി വെച്ച ബാക്കി എല്ലാ അമലുകൾക്കും അല്ലാഹു ഇഖ്ലാസ് കണ്ടീഷൻ വെച്ചപ്പോ, പലതും കണ്ടീഷൻ വെച്ചപ്പോ ഒരു കണ്ടീഷനും ഇല്ല. വേറെ ആളെ കുറിച്ച് പരാമർശിച്ച് പറഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അങ്ങേര് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ഹിക്കായത്ത് ചെയ്ത് റിപ്പോർട്ട് ചെയ്തു. അതിന് പുണ്യം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഒരു അല്പം പോലും കണ്ടീഷൻ വെക്കാത്ത കേവലം ഒരു ഹിക്കായത്ത് റിപ്പോർട്ടിങ്ങിന് പോലും അല്ലാഹ് പുണ്യം എഴുതി വെക്കുന്നത് പറഞ്ഞാൽ ഏത് സൈഡിൽ കൂടെ പോയാലും പുണ്യം. അമ്മാതിരി ലളിതവും സുന്ദരവുമാക്കി വെച്ചൊരു അമലാണ് സ്വലാത്ത്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ചൊല്ലാൻ തൗഫീഖില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറയാം, ആവശ്യം പോലെ പറയാം, ആവശ്യം പോലെ പ്രസംഗിക്കാം, ആവശ്യം പോലെ എഴുതാം, ആവശ്യം പോലെ പാടാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ സമയങ്ങൾ ഒരുപാട് സൈഡിൽ കൂടെ ഇങ്ങനെ എരിഞ്ഞ് പോവുക. പക്ഷെ ഒരു സലാത്ത് ചൊല്ലി ധന്യമാക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കില്ല. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ, നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഒന്ന് മനസ്സ് വയ്ക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരു മജ്ലിസിൽ വന്നിരുന്ന സലാത്ത് സലാം ചൊല്ലി മജ്ലിസിൽ വന്നിരുന്ന ഈ പറഞ്ഞതിന്റെ ഹക്ക് കൊണ്ട് ചിലപ്പോൾ ഇന്നും നാളെ മറ്റന്നാൾ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് കിട്ടണമെങ്കിൽ അത് വലിയൊരു കിട്ടലാണ്. അതിന്റെ പുണ്യം ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചതാണ് ശഅബാൻ ശഹീദി, ഈ ശഅബാൻ എന്റെ മാസമാണ്. എന്നിട്ട്
എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ രാത്രി ചോദിച്ചു അത്രേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴത്തിന്റെ ദിവസമായിരുന്നു ഒരു ബറാഅത്തിന്റെ രാവ്. നോക്കുമ്പോ പെട്ടപാടെ റസൂലുള്ളാഹിയെ കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രയാസം വന്നു. എന്റെ ഊഴത്തിൽ എന്റെ അടുക്ക വന്ന റസൂലുള്ളാഹ് എനിക്ക് മിസ്സായി പോയല്ലോ എന്നാലോചിച്ചിട്ട് എവിടെ പോയതാ പെട്ടെന്ന് ഈ പോക്ക്. അങ്ങനെ നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ജന്നത്തുൽ ബഖീൽ പോയിരിക്കുകയാണ്, മുഅ്മിനീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പൊറുക്കലിനെ തേടാൻ. അപ്പൊ ഇങ്ങനെ ഒളിച്ചൊളിച്ചു പോയി നോക്കിയ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചാണ്, എന്താ നീ പേടിച്ചത്? അല്ലാഹു അലൈഹി വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ നിന്റെ അടുത്ത് ചതി കാണിക്കുമെന്ന് പേടിച്ചു പോയോ ആയിഷ റളിയല്ലാഹു അൻഹ? ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി ചോദിച്ചു അത്രേ, ഹൽ തദ്രീന മാ ഹാദിഹി ലൈല, ഈ രാത്രി ഏതെന്നറിയുമോ ആയിഷ? യഅനി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15ന്റെ രാവിനെ കുറിച്ച് നിനക്കറിയാമോ? ഖാലത് മാ ഫീഹാ യാ റസൂലല്ലാഹ്, എന്താണ് രാത്രിയുടെ പ്രത്യേകത? ഖാല റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രത്യേകം ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യണേ, ഫീഹാ അയ്യക്തബ കുല്ലു മൗലൂദിൻ മിൻ ബനി ആദമ ഫീ ഹാദിഹി സന, ഈ വർഷത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തീരുമാനമെടുക്കപ്പെടുന്നത്, ഓരോ കുഞ്ഞും ജനിക്കുന്നതിന്റെ റെക്കോർഡ് വരുന്നത് ഈ രാത്രിയാ. ഈ വർഷം മരിക്കുന്നവരുടെ ലിസ്റ്റ് ഔട്ട് ആകുന്ന രാത്രിയും ശഅബാനിന്റെ രാത്രിയാ. ആ രാത്രിയാ നിങ്ങളുടെ അമലുകളുടെ വാർഷിക റിപ്പോർട്ട് ആകാശത്തേക്ക് പോകുന്നത്. ആ രാത്രിയിലാ നിങ്ങൾക്ക് അടുത്തൊരു വർഷത്തെ വാർഷിക ബഡ്ജറ്റ് എന്ത് തരണം, എത്ര മീൻ വേണം, എത്ര മാംസം വേണം, എത്ര അരി തരണം, എത്ര കൃഷി വിഭവങ്ങൾ കിട്ടണം, അങ്ങനെ റിസ്കിന്റെ റിപ്പോർട്ട് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് അതിന്റെ ബഡ്ജറ്റ് ഫൈനൽ ചെയ്യുന്ന രാത്രി ഈ രാത്രിയാ. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു. നമ്മുടെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ട് വരികയും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും കുഞ്ഞനാളിലെ റസൂലുള്ളാഹിയുടെ പത്നിയായിട്ട് വരുന്നതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ പിന്നെ ബുദ്ധിപരമായിട്ടും അല്ലാതെയുള്ള ചർച്ചകൾ കൊടുക്കൽ കൊള്ളുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അടർന്നു വീടുന്ന പുണ്യമായ ഹദീസുകളെ പഠിച്ച് മനഃപ്പാഠമാക്കി വെക്കുവാനും അതിന് കൃത്യമായ തരത്തിൽ അതിന് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉമ്മത്തിന്റെ ഉമ്മമാർക്ക് മാതൃകയാകാനും വേണ്ടി അള്ളാഹു സംവിധാനിച്ചു കൊടുത്ത മഹദിയായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാ മിൻ അഹദിൻ യദ്ഖുലുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷേ എന്റെയും നിങ്ങളുടെയും തലച്ചോറിൽ ഈ ചോദ്യം എത്ര വർഷം ഇരുന്നാലും ഉദിക്കൂല. അത്തരത്തിലാണ് ആ ഉമ്മ ആ ഹദീസിനെ കേട്ടതും പഠിച്ചതും അതിന്റെ അകത്തിലുള്ള ആഴത്തിലുള്ള ഹദീസിന്റെ ആശയങ്ങളിലേക്ക് കടന്നിറങ്ങിയതും. എന്നിട്ട് ആ ചോദ്യം ചോദിച്ചതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആയിഷ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അതിന്റെ അകത്ത് നിൽക്കേണ്ട ഒരു ചോദിക്കുകയാണ്, മാ മിൻ അഹദിൻ യദ്ഖുലുൽ ജന്ന, ആരും സ്വർഗ്ഗത്തിൽ കടക്കൂലേ നബിയേ, ഇല്ലാ ബിറഹ്മത്തില്ലാഹ്, പടച്ചോന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, പടച്ചോന്റെ കാരുണ്യം ഒന്നുകൊണ്ടല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ കടക്കൂലേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ നബി അതിന് മറുപടി കൊടുക്കുകയാ, മാ മിൻ അഹദിൻ, ഒരാളുമില്ല, യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കൂല, ഇല്ലാ ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ. ഇൽമു കൊണ്ട് കേറൂല, ആലിമായത് കൊണ്ട് കേറാൻ പറ്റൂല, അമല് കൊണ്ട് കേറൂല. ഒരുപാട് ഹജ്ജ് ചെയ്ത, സദഖ ചെയ്ത, ജിഹാദ് ചെയ്ത ആമില, പക്ഷെ കേറാൻ പറ്റൂല. ഇത് പറയുന്നത് മുത്തായ ഹബീബ, ലോകത്ത് ഇൽമും അമലും അഖ്ലാഖിന്റെയും ഗുരുവാണ് പറയുന്നത്. പടച്ച റബ്ബിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ പറ്റൂല. അപ്പൊ ചോദിച്ചു തിരുനബിയോട്, ഇങ്ങനെ ചോദിക്കാൻ നമ്മുടെ ഉമ്മയ്ക്കല്ലാതെ ആർക്കാ ധൈര്യം വരുന്നത്? ഇങ്ങനെ ചേർന്നിരുന്ന് പടച്ചറബിനോട് ചേർന്നിരുന്ന് മുത്തായ ഹബീബ് ഇടപെട്ടതുപോലെ ഞങ്ങളുടെ മുത്തായ ഹബീബിനോട് ചേർന്നിരുന്ന് ചോദിക്കാൻ ആർക്കാണ് ധൈര്യം വരുന്നത്? ആർക്കാണ് ആ ബുദ്ധിയും സാമർഥ്യവും ബോധവും വരുന്നത്?
നമ്മുടെ ഉമ്മ ചോദിക്കുകയാ, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങയും റഹ്മത്ത് കൊണ്ടേ കേറുള്ള നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ കയ്യിൽ വെച്ചു, കൈ ഇങ്ങനെ തലയിൽ വെച്ചു. ഫവദഅ യദഹു അലാ ഹാമതിഹി, നെറുകം തലയിൽ കൈ ഇങ്ങനെ വെച്ച് എന്ത് പറയണം, വലാ അന, ഞാനും കേറൂല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മതിഹി, പടച്ച റബ്ബിന്റെ റഹ്മത്ത് എന്നെ പൊതിഞ്ഞാലല്ലാതെ, കാരുണ്യവാന്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞു വെച്ചാലല്ലാതെ, ഇൽമു കൊണ്ടും അമൽ കൊണ്ടും ഒന്നുകൊണ്ടും സ്വർഗപ്രവേശനം സാധ്യമല്ല. യഖൂലുഹാ സലാസ മറാത്തിൻ, 3 പ്രാവശ്യം ഈ വർത്തമാനം തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഏതെങ്കിലും ഒരു കാര്യം 3 പ്രാവശ്യം പറയുന്നെങ്കിൽ ആദ്യം പറഞ്ഞതിന് അടിവരയിട്ട് തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞു എന്നർത്ഥം. ആദ്യം പറഞ്ഞതിനെ തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞു എന്നർത്ഥം. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ അമലുകൾ നമുക്ക് തെറ്റിദ്ധാരണ തരണ്ട കുഞ്ഞുങ്ങളെ. നമ്മൾ പിടിച്ച നോമ്പുകൾ, നമ്മൾ നമസ്കരിച്ചവ, നമ്മൾ ദാനം കൊടുത്തവ, ഇനി നമ്മൾ വലിയ ഇൽമാണ്, വലിയ ആലിമാണ്, ഹാഫിളാണ്, പ്രസംഗകനാണെന്ന് തോന്നുന്നുവെങ്കിൽ ഒരിക്കലും വേണ്ടരേ, ഒരിക്കലും വേണ്ട. അതൊന്നുമല്ല സ്വർഗപ്രവേശനത്തിന് അല്ലാഹു വെച്ചിരിക്കുന്ന മാനദണ്ഡം. അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ സ്വർഗ്ഗത്തിൽ കയറ്റുമാറാകട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഹിദായത്ത് തരുമാറാകട്ടെ. പടച്ചറപ്പിന്റെ കൃപയും കാരുണ്യം കൊണ്ടല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു ചുവട് വെക്കാൻ പറ്റില്ല, ഒരു വാക്ക് പറയാൻ പറ്റില്ല, ഒരു വാക്ക് കേൾക്കാൻ പറ്റില്ല, ഒരു വാക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കോടാനുകോടി റഹ്മത്ത് പടച്ചറപ്പ് ഇവിടെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സലാത്ത് ചെല്ലുമ്പോഴും 40 കാര്യം ഉണ്ടാവും. 10 പാവം പൊറുക്കും, 10 നന്മ എഴുതും, 10 ദറജ ഉയർത്തും, 10 റഹ്മത്ത് ഇറങ്ങും. അള്ളാന്റെ റഹ്മത്ത് മേളിന്ന് വലിച്ചിറക്കാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ് സ്വലാത്ത്. ഇങ്ങനെ 1-ന് 40. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവന് 10 ഇരട്ടി എന്ന പൊതുതത്വമുണ്ട്. പക്ഷേ സലാത്തിന്റെ കാര്യത്തിൽ അതും ലംഘിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ വിഷയത്തിൽ അതിനെയും ലംഘിക്കപ്പെടുകയാ. എന്താ പറഞ്ഞത്? 1-ന് 40 നന്മ. എന്താ 40 നന്മ? 10 നന്മ എഴുതപ്പെടും, 10 തിന്മ മായ്ക്കപ്പെടും, 10 ദറജ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ ഒരാൾ സലാത്ത് ചെല്ലിയാൽ ഈ സലാത്ത് ചെല്ലുന്നതിന് മുമ്പുള്ള ദറജയേക്കാൾ 10 പ്രാവശ്യം മേലോട്ട് കയറി, 10 സ്റ്റെപ്പ് മേലോട്ട് കയറി. അടുത്ത സലാത്ത് ചെല്ലുമ്പോൾ വീണ്ടും 10 മേലോട്ട് കയറി. അതാണ് ഈ സലാത്ത് മജ്‌ലിസിന്റെ മഹത്വം. ആഴ്ചയിൽ സലാത്ത് മജ്‌ലിസ് നിങ്ങൾ പാഴാക്കരുതേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞിരുന്ന നാരിയത്ത് സലാത്തും സലാത്ത് ആദിൽ ഖദറും സലാത്തുൽ ഫാത്തിഹയും ഒക്കെ നമ്മൾ ചെല്ലുന്ന നമ്മൾ ഇപ്പൊ ഈ മജ്‌ലിസിൽ വന്നിരുന്ന സ്ഥാനക്കാരല്ലേ അല്ല, നമ്മൾ ഒരുപാട് ഉയർന്നിരിക്കുകയാണ് ദറജകൾ. എന്നിട്ട് അല്ലാഹു പറയുകയാണ് 10 റഹ്മത്ത് ഇറക്കപ്പെടും. അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്ന നല്ലൊരു കാര്യം സലാത്താണ്. അതുകൊണ്ട് മജ്‌ലിസിൽ വരുന്നവരെ, പോകുന്നവരെ, വണ്ടി ഓടിക്കുന്നവരെ, അരയ്ക്കുന്നവരെ, കൃഷി ചെയ്യുന്നവരെ, പണി ചെയ്യുന്നവരെ, ഏത് ചെയ്യുന്നവരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ അലിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അലിഹി വസല്ലം. ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന അല്ലാഹു ഈ മാസം ശഅബാന്റെ മാസം സ്വലാത്തിന്റെ മാസമാണ്. ഹബീബായ മുത്തായ തങ്ങളുടെ മാസമാണ്. അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് തരട്ടെ. ആമീൻ. സ്വലാത്ത് ചൊല്ലി നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. ഈ മാസത്തിന് ശഅബാൻ എന്ന പേര് കിട്ടാനുള്ള കാരണം അന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ. ഈ മാസം ഒരുപാട് ഖൈറുകൾ വന്നു കയറുന്ന മാസം. തശഅബ യതശഅബു തശഅബൻ എന്ന് പറഞ്ഞാൽ ശുഅബ. ഈമാൻ ശുഅബത്തു മിനൽ ഈമാൻ പറയില്ല. ശുഅബ മീൻസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പല ശാഖകളായി ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് നന്മകൾ വന്നുകൂടും എന്ന മാസമാണ്. അതുകൊണ്ടാണ് ഈ മാസത്തിന് ശഅബാൻ എന്ന പേര് കിട്ടിയത്. ഈ മാസത്തിനെ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ, ഇപ്പൊ ഒരുപാട് ഖൈർ വരും എന്ന് പറഞ്ഞല്ലോ, ഈ മാസത്തിനെ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ ഒരൊറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ കേട്ടോ. ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് സലാത്തിന്റെ ആയത്തിറങ്ങിയ സലാത്തിന്റെ മാസമാണ്. 2 ഈ മാസം ഖിറാഅത്തിന്റെ മാസമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. എന്താ ഖിറാഅത്തിന്റെ മാസം പറയാൻ കാരണം?
المسلمون انكبوا على قراءة القرآن وأخرجوا زكاة أموالهم. ഈ മാസത്തിന്റെ പ്രത്യേകത, ശഅബാൻ മാസം വന്ന മുസ്ലിമീങ്ങൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ സീസൺ കാത്തിരിക്കുന്ന കർഷകരെ പോലെ കാത്തിരിക്കുന്ന മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതുന്നതിൽ കമന്നു വീഴും. ഇൻകബ്ബു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇൻകബ്ബു എന്ന് പറഞ്ഞ അർത്ഥം കമന്നു വീഴും. നിരന്തരം ഖുർആൻ ഓതണം, നിരന്തരം ഖുർആൻ ഓതണം. ശഅബാൻ ചോദിച്ചു അത്രേ അല്ലാഹുവോട്, എന്താണെന്നറിയോ? അല്ലാഹുവേ, നീ റജബിന് വലിയ മഹത്വം കൊടുത്തല്ലേ തമ്പുരാനെ, റമളാനും വലിയ മഹത്വം കൊടുത്തല്ലേ തമ്പുരാനെ, റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള എനിക്ക് എന്താണുള്ളത് എന്ന് അല്ലാഹുവോട് ശഅബാൻ ചോദിച്ചു അത്രേ. അപ്പൊ ശഅബാൻ അല്ലാഹു കൊടുത്തൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? നിന്റെ മാസം അത് ഖുർആനിന്റെ മാസമാണ്. അല്ലാഹു അക്ബർ. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, എന്റെ നസ്ലിനോട് ഞാൻ ആദ്യമായിട്ടും എന്റെ ശബ്ദം കേൾക്കുന്നവർ രണ്ടാമതായിട്ടും ഞാൻ വസിയത്ത് ചെയ്യാണ്, ഈ മാസം ഖുർആനിന്റേതാണ്. ഒരുപാട് ഖുർആൻ ഓതാൻ നമ്മൾ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഈ മാസം ഷഹ്റുൽ ഖിബ്ല. ഹുവിലത്തിൽ ഖിബ്ലതു മിൻ ബൈത്തിൽ മുഖദ്ദസ് യൗമൽ അർബിയാ മിൻ ശഅബാൻ ഇലൽ കഅബത്തി ബഅദ 18 ശഹ്റൻ. 18 മാസക്കാലത്തോളം ഖിബ്ല മാറി ഇബാദത്ത് ചെയ്തൊരു ചരിത്രമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് 18 മാസം തിരിഞ്ഞു നമസ്കരിച്ചു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബത്തിലേക്ക് തിരിയലായിരുന്നു ഇഷ്ടം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു പറഞ്ഞു നബിയോട്, ആ അവതരണ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണ്? ഖദ് നറാ, നമ്മൾ കാണുന്നുണ്ട്, തഖല്ലുബ വജ്ഹിക, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ആകാശത്തേക്ക് തിരിക്കുന്നത് എന്തിനെന്ന് അറിയുമോ? ഖിബ്ല മാറ്റി എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ നിർദ്ദേശം അങ്ങനെ കാത്തിട്ട് എപ്പോഴും നബി മുകളിലോട്ട് നോക്കുമായിരുന്നു. അതുകൊണ്ട് ഫവല്ലി വജ്ഹക, നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ തിരിച്ചോളി നബിയെ. ശത്റൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ കഅബത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞോളി. നിസ്കാരത്തിൽ വെച്ചാ പറഞ്ഞത്. ഒരു പള്ളിയിൽ, അത് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്നാ പള്ളിക്ക് പറഞ്ഞ പേര്. 2 ഖിബ്ലയ്ക്ക് നേരെ നിസ്കരിച്ച പള്ളി. അസർ നിസ്കാരം തോന്നുന്നു, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്ത് വന്നു, അപ്പോഴേ നേരെ കഅബത്തിലേക്ക് തിരിഞ്ഞു. ആ തിരിയുന്നത് ശഅബാൻ മാസത്തിൽ ഒരു ബുധനാഴ്ചയാണ്. അത് മൂന്നാമത്തെ കാര്യം. 3 ശഹ്റുൽ ബറാഅ, ബറാഅത്തിന്റെ രാവുള്ള മാസമാണ്. വലൈലത്തുൻ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്ന സൂറത്തു ദുഖാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, പരിശുദ്ധമായ ഖുർആൻ അനുഗ്രഹീതമായ രാത്രിയാണ് നാം അവതരിപ്പിച്ചത് എന്ന് സൂറത്തു ദുഖാനിൽ പറഞ്ഞതിന് പല മുഫസ്സിരീങ്ങളും ഹംല് ചെയ്തത് അത് ബറാഅത്തിന്റെ രാത്രി എന്ന. ആ ബറാഅത്തിന്റെ രാത്രി വരുന്നത് ശഅബാനിലാണ്. രാത്രി ഹയാത്താക്കേണ്ട ഒരു രാത്രിയും കൂടിയാണ് ശഅബാൻ. 5 രാത്രികൾ അങ്ങനെ ബർക്കത്തുള്ള രാത്രിയാണ് ഹയാത്താക്കാൻ. അതിനുശേഷം വിശദമായിട്ട് പറയുന്നുണ്ട്. അതിലൊരു രാത്രിയാണ് ശഅബാനിന്റെ ബറാഅത്തിന്റെ രാത്രി. പിന്നെ മറ്റൊന്ന് 5 ശഹ്റുൽ ഖദ്ർ, നിശ്ചയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഭേദഗതിക്ക് അവസരം നൽകുന്ന രാത്രി ഈ ശഅബാനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈം, ആ ഒരു പീരീഡ് എന്നറിയാമോ? ആ ശഅബാന്റെ രാത്രി നമ്മളൊരു 3 യാസീൻ ഓതാൻ വേണ്ടി പറയപ്പെടുന്നുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ? 1 ബറക്കത്തുൽ ഉംർ, ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി. 2 സഅത്തുൽ റിസ്ക്, ഉപജീവനത്തിൽ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ വേണ്ടി. 3 ലിയുക്തബ മിനസ് സുഅദാ, വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി. ബറാഅത്തിന്റെ രാത്രി മഗ്രിബിന് ശേഷം, അസറിനേഷം അല്ലേ, അസറിനേഷം ബറാഅത്ത് ആവൂല. നമ്മളിപ്പോ വരുന്ന കണക്കനുസരിച്ച് ഇന്ന് ശഅബാൻ 10 ആണ്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച 14, ചൊവ്വാഴ്ച 15 ചൊവ്വാഴ്ച ബറാഅത്തിന്റെ ദിനവും തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി ബറാഅത്തിന്റെ രാവുമാണ്. എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മഗ്രിബ് കഴിഞ്ഞിട്ടാണ് ഈ 3 യാസീൻ ഓതാനുള്ളത്. അതിൽ ഒന്നാമത്തെ യാസീൻ, ഈ 3 യാസീനുകൾക്കിടയിലും ഒരിയാടാൻ പാടില്ല. എന്താണ് ഒരിയാടുക എന്ന് പറഞ്ഞത്? സംസാരിക്കാൻ പാടില്ല, ഒന്നും വേണം മിണ്ടാൻ പാടില്ല. ആ 3 യാസീൻ ചേർത്തോണ്ട് വേണം. അതിൽ ഒന്നാമത്തെ യാസീൻ വെക്കണം. നീ എന്തായിരുന്നു? ആയുസിന്റെ ആർക്കൊക്കെ? തനിക്കും താൻ ഇഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടി, അവർക്ക് വേണ്ടി. 2 റിസ്കിന്റെ വിശാലത, ഭക്ഷണ വിശാലത. 3 വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി. ഇതുള്ളത് ഈ മാസത്തിലാണ്.
ആറാമത്തെ കാര്യം ശഹ്റുൽ മഗ്ഫിറ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി പോയപ്പോൾ അപ്പോൾ ചുരുങ്ങിയിട്ടാണെന്ന് പറയണം, പറഞ്ഞു തീർക്കാൻ മഗ്ഫിറത്തിന്റെ മാസമാണ്. ശ്രദ്ധിച്ചു കേട്ടേ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തേടി പോയതുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി പറഞ്ഞ് സമാധാനിപ്പിച്ചെന്നറിയാമോ? ആയിഷ, അല്ലാഹു റളിയല്ലാഹു അൻഹ, അല്ലാഹു റസൂൽ നിന്റെ അടുത്ത് ചതി കാണിക്കുമെന്ന് നീ പേടിച്ചു പോയോ ആയിഷ? അങ്ങനെയല്ല ആയിഷ, അങ്ങനെയല്ല, അതിനല്ല. നിന്റെ ഒരു ഊഴത്തിൽ വേറൊരാളിന്റെ അടുക്കലേക്ക് ഞാൻ പോയതല്ല ആയിഷ ബീബി. ഈ രാത്രിയുടെ മഹത്വം നിനക്കറിയാമോ? ഈ രാത്രി ബനൂ കുലൈബിന്റെ ആടുകളുടെ രോമങ്ങൾക്കനുസരിച്ച് അല്ലാഹു നരകമോചനം നൽകുന്ന, പാപമോചനം നൽകുന്ന രാത്രിയാ. ബനു കൽബിന് ഒരുപാട് ആടുണ്ട്, അതുകൊണ്ട് അവരെടുത്തു പറഞ്ഞത്. ബനു കൽബ് എന്ന ഗോത്രത്തിന് അല്ലെങ്കിൽ കൽബ് ഗോത്രത്തിന് ഒരുപാട് ആടുണ്ട്. ആ ആടുകളുടെ രോമങ്ങൾക്കനുസരിച്ച് പാവം പുറത്തു കൊടുക്കും. അല്ലാഹു നമുക്കൊക്കെ വലിയ മഗ്ഫിറത്ത് അനുഗ്രഹിക്കും. ആമീൻ. മഗ്ഫിറത്തിന്റെ മാസമാ. 7 ശഹ്റുസ് സുഖീ, നനയ്ക്കാനുള്ള മാസമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ബൈന റജബിൻ റമദാൻ. റജബ് വിത്തിടാനും, ശഅബാൻ നനയ്ക്കാനും, റമദാൻ കൊയ്യാനുമുള്ള മാസം പറഞ്ഞിരുന്നു. 8 ശഹ്റു സിയാം ലിഅന്ന ഫീ തുർഫഉ അമാലുൽ ഖൽഖി സനവിയ. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ട, നബിയെ, മറ്റൊരു മാസത്തിലും ഇല്ലാതെ ഈ മാസത്തിൽ അങ്ങ് ഒരുപാട് നോമ്പ് പിടിക്കുന്നത് കണ്ടിട്ടുള്ളൂ നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞെന്തറിയാമോ? ഈ മാസത്തിലാണ് വാർഷിക അമൽ കയറിപ്പോണം അള്ളാഹിന്റെ അടുക്കൽ. അങ്ങനെ അള്ളാഹിന്റെ അടുക്കൽ അമൽ കയറി പോകുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിട്ട് കയറി പോകാനാണ് ആഗ്രഹിക്കുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതിന് പറഞ്ഞ കാരണം അതാണ്. തിങ്കളും അതുപോലെ തന്നെ വ്യാഴാഴ്ച അമൽ മേളിലേക്ക് കയറിപ്പോകും. അപ്പൊ ഞാനൊരു നോമ്പുകാരനായിട്ട് അത് കയറിപ്പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നോമ്പ് സുന്നത്താണ്. ഇത് ആഴ്ചക്കുള്ള കയറ്റമാണ്. നേരത്തെ പറഞ്ഞത് വാർഷികം. പിന്നെ ഡെയിലി കയറ്റമുണ്ട്. നമുക്ക് ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസർ നിസ്കാരത്തിനും സുബഹി നിസ്കാരത്തിനും 2 ടൈപ്പ് മലക്കുകൾ നമ്മളോടൊപ്പം നിസ്കരിക്കാനുണ്ടാവും. നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി മലക്കുകൾ അസറിനും സുബഹിക്കും ഉണ്ടാവും. സുബഹി നിസ്കാരത്തിന് നൈറ്റ് ഡ്യൂട്ടിയുടെ മലക്കുകൾ പങ്കെടുക്കും, ഡേ ഡ്യൂട്ടിയിൽ പങ്കെടുക്കും. സുബഹി നിസ്കാരം കഴിയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കാർ കയറിപ്പോ, ഡേ ഡ്യൂട്ടിക്കാർ നമ്മളോടൊപ്പം ഉണ്ടാവും. അസർ നിസ്കാരത്തിന് നൈറ്റ് ഡ്യൂട്ടിക്കാർ വരും, ഇവർ 2 പേരും ഉണ്ടാവും. അസർ നിസ്കാരം കഴിയുമ്പോൾ ഡേ ഡ്യൂട്ടിക്കാർ കയറിപ്പോകും. ഇത് ഡെയിലി കയറ്റുമതിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ 3 തരം കയറ്റുമതിയാണ് നമ്മൾ പറഞ്ഞത്: ഡെയിലി, വീക്ക്ലി, ഇയർലി. അപ്പൊ ചുരുക്കി പറയാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഒബ്സർവേഷൻ വാർഡിലാണ് നമ്മളിപ്പോ കിടക്കുന്നത്. എന്ത് ചെയ്താലും റെക്കോർഡാണ്, അത് മേലോട്ട് പോകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. 9 ശഹ്റു ദഫ്ഇ സ്വഹീഫത്തി ഇലാ മലക്കിൽ മൗത്ത് ഫീഹ അസ്മാഉ മൻ യമൂതു ഫി സനത്തിൽ ഖാബില. വളരെ പേടിയോടുകൂടി, വളരെ ആശങ്കയോടുകൂടി കേൾക്കേണ്ട ഒരു പോയിന്റാണിത്. ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലെങ്കിൽ ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യും. അടുത്ത വർഷം ആരുടെ അന്ത്യമാണുള്ളത് എന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ എക്സ്പയർ ആയോ, നമ്മളൊക്കെ കാലം കഴിഞ്ഞോ, നമ്മളൊക്കെ സമയം തീർന്നോ എന്നൊരു ലിസ്റ്റ് ഔട്ട്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, വസീയത്ത് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് ദീർഘായുസ്സ് തരട്ടെ. അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് ആഫിയത്തോടെ അമൽ ചെയ്ത് ഇൽമിനും അതുപോലെ തന്നെ ദീനിനും ഒക്കെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച്, തൗബ ചെയ്ത്, ഹജ്ജ് ചെയ്ത്, കടം വീടി, ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ച് നല്ലോലെ മരിച്ചു പോകാൻ എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു നല്ല സൗഭാഗ്യം തരട്ടെ. ആമീൻ. 9ാമത്തെ കാര്യം എന്താണ്? മലക്കുൽ മൗത്തിന് ലിസ്റ്റ് കൊടുക്കണ മാസമാണ്. നമ്മളെല്ലാവരും ഓർമ്മിച്ചോളെ. അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ. ആമീൻ. 10 ശഹ്റു ഖുത്ബത്തിൽ റസൂൽ ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാനിന്റെ അവസാനത്തെ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അഭിസംബോധന ചെയ്തിട്ട് സുദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതിന്റെ സമയമായിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചില സ്വപ്നങ്ങളെ വിവരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സലാത്തിനെ കുറിച്ച് പറയുന്ന ഖാത്തിമത്തുൻ ഫീ ദിക്രി മനാമാത്തിൻ.
ഇർഷാദുൽ ഇബാദിൽ ഖാത്തിമത്തിട്ട് കൊടുത്ത കുറച്ച് വിഷയങ്ങളെ ഞാൻ ഒന്ന് കോട്ട് ചെയ്തു. റഅ-ശിബിലി റഹ്മഹുല്ലാഹു ഫിൽ മനാമി ജാറൻ ലഹു ഫഖാറ മർറത് ബി അഹ്വാൽ അദീമ വദാലിക അന്നഹു ഇർതജ അലയ്യ ഇൻദ സുആൽ ഫഖുൽതു ഫീ നഫ്സി മിൻ ഐന അതാ അലയ്യ അലം أمت على الإسلام فنوديت هذه عقوبة إهمالك لسانك في الدنيا فلما هم بالملكان حال بيني وبينهما رجل جميل طيب الرأي فذكرني حجتي فذكرتها فقلت له من أنت يرحمك الله قال أنا شخص خلقت لكثرة صلاتك على النبي صلى الله عليه وسلم. നല്ല ശ്രദ്ധിച്ച് കേട്ടോളി, നല്ല ശ്രദ്ധിച്ച് കേട്ടോളി, നല്ല ശ്രദ്ധിച്ച് കേട്ടോളി. എന്തെന്നറിയോ, ശിബിലി റഹ്മഹുള്ള ഒരു സ്വപ്നം കണ്ടു. ഒരു അയൽവാസിയെ അദ്ദേഹം പറയാണ്, ഭയങ്കരമായ അവസ്ഥകൾ മരിച്ചതിന് ശേഷം എനിക്കുണ്ടായി. ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ വല്ലാതെ കിടിലം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു, ഇതൊക്കെ എനിക്ക് എവിടെ നിന്നുള്ളതാണ്? ഞാൻ ഇസ്ലാമിലായിട്ട് മുസ്ലിമായിട്ട് നല്ലോലല്ലേ മരിച്ചു വന്നത്, പിന്നെ ഇത്രയും അവസ്ഥ എനിക്ക് എങ്ങനെ വന്നത്? അപ്പൊ കാണാം ശരീരം കേട്ട് ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറഞ്ഞു, ഹാദിഹി ഉഖൂബത്തു ഇഹ്മാലിക ലിസാനക ഫിദ്ദുനിയാ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ചുകൂടെ നമ്മളൊക്കെ ശ്രദ്ധിക്കാറില്ലാത്തൊരു ഭാഗമാണ്. നമ്മുടെ നാക്കുകളെ ഒരു കൺട്രോളും ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെ നമ്മുടെ നാക്കുകളെ ഒരു കൺട്രോളും ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കും. അത് ആരെ തോളിൽ ചെന്ന് കയറി, അത് ആർക്ക് മുറിവുണ്ടാക്കി, അത് എന്തൊരു ഭവിഷ്യത്ത് വരുത്തിയെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല. ഹബീബായ മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് രണ്ട് കാര്യത്തിന്റെ വിഷയത്തിലെ ജാമ്യം നിന്ന്, രണ്ട് കാര്യത്തിൽ നിങ്ങൾ ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ഒന്ന് രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ള സാധനം, മറ്റൊന്ന് രണ്ട് കാലുകൾക്കിടയിലുള്ള ഭാഗം. നിങ്ങളുടെ ഗുഹ്യ സ്ഥാനത്തെ സംബന്ധിച്ചും നിങ്ങളുടെ നാക്കിനെ സംബന്ധിച്ചും നിങ്ങൾ ഓക്കെയാണോ, നിങ്ങൾക്ക് സ്വർഗം ഓക്കെ. ഇത് രണ്ടും പ്രശ്നമാണ്, പാടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിക്കരുത്. ഞാൻ എൻ്റെ നാക്കിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയില്ല, ചില സമയങ്ങളിൽ നമ്മുടെ നാക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും, ആരെങ്കിലുമൊക്കെ പറയും. അള്ളാഹു നമ്മുടെ നാക്കിനെ സൂക്ഷിക്കാൻ വലിയ തോന്നിക്കരുതേ. വലിയ പ്രശ്നമാണ് നാക്ക്, വലിയ പ്രശ്നമാണ്. വാളുകൊണ്ട് മുറിച്ച മുറിവുകളെ കാലം ഉണക്കും. നാവ് കൊണ്ട് മുറിച്ച മുറിവുകളെ ഒരു കാലത്തിനും ഉണക്കാനാകില്ല. എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും, എത്ര സോറി പറഞ്ഞാലും, എത്രയൊക്കെ പറഞ്ഞാലും വാക്ക് കൊണ്ട് മുറിച്ചത് മുറിവ് തന്നെയാണ്. നാക്ക് കൊണ്ട് മുറിച്ച മുറിവ് കൂടാൻ പാടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിക്കട്ടെ. ഏതായാലും ഈ മനുഷ്യൻ നാക്കിനെ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ നിനക്ക് വലിയ പ്രശ്നം നോക്കൂ നിങ്ങളെ. അങ്ങനെ രണ്ട് മലക്കന്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ വേണ്ടി കടന്നു വരുമ്പോ സുന്ദരനായ ഒരു മനുഷ്യൻ അതിന്റെ ഇടയ്ക്ക് കയറി വന്നു. ജമീലൻ ത്വയ്യിബുർ റായിഹ, നല്ല മണമുള്ള നല്ല സുഗന്ധമുള്ള ഒരു മനുഷ്യൻ അതിന്റെ ഇടയിലേക്ക് കയറി വന്നു. ഫദകറനി ഹുജ്ജതി, എന്റെ കാര്യം എന്നോട് സംസാരിച്ചു. എന്റെ ഹുജ്ജത്ത് തന്നെ നിനക്കുണ്ടായ സംഭവം ഇതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്കത് ഓർമ്മ വന്നു. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, മൻ അൻത യർഹമുകുല്ലാഹ്, ആരാ നിങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. ഖാല, ആ വ്യക്തി പറഞ്ഞു, അന ശഖ്സുൻ, ഞാനൊരു വ്യക്തിയാണ്, ഖുലിഖ്തു ലികസ്റതി സ്വലാത്തിക അലൻ നബി, നബിയുടെ മേലുള്ള നിന്റെ സ്വലാത്തിന്റെ ആധിക്യം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. നാളെ പരലോകത്ത് നാവിന്റെ ഗതികേട് അനുഭവിക്കാൻ നിൽക്കുമ്പോ ഞാൻ ഇസ്ലാമിലായിട്ട് മരിച്ച ആളല്ലേ എന്ന് അന്തം വിട്ട് അന്താളിച്ച് നിന്ന് പോയപ്പോ ആശ്വാസത്തിന്റെ തെളിതീരുമായിട്ടിടയ്ക്ക് ഒരു മനുഷ്യൻ, സുന്ദരനായ ഒരു മനുഷ്യൻ, നല്ല സുഗന്ധം അടിച്ച് വീശി കടന്നു വരികയാ. ആരെന്നറിയോ? നാവ് കൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതേ നാവിനെ ഉപയോഗപ്പെടുത്തി ഒരുപാട് സ്വലാത്ത് ചൊല്ലി വെച്ചിരുന്നു. ആ സ്വലാത്ത് ചൊല്ലി വെച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് നാവിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നതിന്റെ മുന്നിൽ ഒരു വ്യക്തിയായിട്ട് സൃഷ്ടിക്കപ്പെട്ട് വന്നിരിക്കുകയാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്തിന്റെ പുണ്യം, മാഷാ അല്ലാഹ്.
ഏത് പ്രയാസത്തിലും നിന്നെ സഹായിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എത്ര ആശ്വാസം ഉണ്ടാവും. ഒരു സ്ത്രീ തന്റെ മോനെ മരണത്തിന് ശേഷം ശിക്ഷിക്കപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ട്. ആ തള്ളക്ക് ഭയങ്കര വിഷമമായി. മരിച്ചതിന് ശേഷം കുഞ്ഞ് ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായി, കരഞ്ഞ്. പിന്നെ നോക്കുമ്പോ കാണാം പിന്നൊരിക്കൽ മോനെ സ്വപ്നം കണ്ടപ്പോ വളരെ സന്തോഷത്തിലും ഐശ്വര്യത്തിലുമായിട്ട് കണ്ടു. അതിന്റെ കാരണം ചോദിച്ചു. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, അതിന്റെ കാരണം ചോദിച്ചപ്പോ മോന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഖബറിടത്തിന്റെ അടുക്കലൂടെ ഒരു മനുഷ്യൻ അങ്ങ് നടന്നുപോയി. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലി. ആ സലാത്തിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തന്നു. മാഷാ അല്ലാഹ്. നമ്മുടെ ഖബറാളികൾ അടുത്ത് പോകുമ്പോ നമ്മൾ സലാത്ത് സലാം ചൊല്ലി ഒന്ന് ദുആ ചെയ്യൂലേ? നമ്മളിങ്ങനെ കോരയുടെ മക്ബറയിലൂടെ പോകുമ്പോ, നാളെ ജുമ്മയ്ക്ക് എവിടെയാണോ കൂടുന്നത് അവിടെ നമ്മുടെ മക്ബറയുടെ അടുത്ത് പോകുമ്പോ ഒരു സലാത്ത് സലാം ചൊല്ലി ദുആ ചെയ്താൽ അതിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് കിട്ടുന്ന ആശ്വാസം ഒന്ന് നോക്കിക്കേ. ഈ മനുഷ്യൻ സലാത്ത് ചൊല്ലിയിട്ട് അതിന്റെ ഓഹരി ഖബറിന്റെ അടുത്ത് കിട്ടുന്നവർക്ക് വേണ്ടി ഹദിയ ചെയ്യും. ഇതൊക്കെ സ്വപ്നത്തിന്റെ അനുഭവമായിട്ട് കിടക്കുമ്പോഴാണ് ചില ആൾക്കാർ പറഞ്ഞത് മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂല. ഇങ്ങനെ മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ട്. കഴിഞ്ഞതിന് സലീം സാദിനെ കബറടക്കി കഴിഞ്ഞ് തൽഖീനും ദുആയും ചെയ്യാറാകുമ്പോ ഇല്ല ശൈതാന്മാർ ഇറങ്ങിപ്പോണെങ്കിൽ കുറെ പേരെ ഒരു പോകങ്ങ് പോയി. ഇത് വല്ലാത്തൊരു ശകുനമായി. എന്താ പറയുക, ഒരു മനുഷ്യനെ അടക്കിയിട്ട് ആ മനുഷ്യന് വേണ്ടി മഫ്റത്ത് തേടാൻ വേണ്ടി മുഅ്മിനീങ്ങൾ കയ്യുയർത്താൻ നിൽക്കുമ്പോൾ ഒരു പോക്കങ്ങ് പോയി. പ്രതിഷേധം കിടക്കുക. ആരെടുത്താ പ്രതിഷേധം? അള്ളാന്റെ അടുത്താണ്. അത് മരിച്ചാളിന്റെ അടുത്താ? അത് നിൽക്കുന്ന മനുഷ്യന്മാരെടുത്താ? ദേവരൊക്കെ ഇതവിടെ കിടക്കുന്നത് മരിച്ചോ സ്വപ്നം കണ്ടിട്ടോ എന്ന് പറഞ്ഞേക്കണം. എന്തരുന്ന് ഖുർആൻ മൊത്തം ഹത്തോതി കാര്യം തൽക്കീനൊന്നും പറഞ്ഞില്ല. സ്വലാത്ത് ചൊല്ലി അതിന്റെ പുണ്യം അകത്ത് കിട്ടണമെന്ന് ദുആ ചെയ്ത് കിട്ടി, രക്ഷപ്പെട്ടു. കിട്ടോ ഇല്ലേ? അപ്പൊ പോയോ പിഴച്ചുപോയി. മനസ്സിലാക്കിയോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അഹ്ലി ശിറാസിൽപ്പെട്ട ഒരാൾ അബുൽ അബ്ബാസ് എന്നുള്ളവരെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ ഒരു കിരീടം ഇരിക്കുന്നത് കണ്ടു. ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു നിന്നെ എന്ത് ചെയ്തു? മരിച്ചവരെ സ്വപ്നം കാണുമ്പോൾ ചോദ്യത്തിന്റെ വർത്താൻ രീതി ഇങ്ങനെയാ, അല്ലാഹു നിന്നെ എന്തിനു ചെയ്തു? ഗഫറലി വഅക്രമനി വതവജനി വഅദ്ഖൽനിൽ ജന്ന, അല്ലാഹു എനിക്ക് പുറത്തു തന്നു. മരിച്ചാൾ ഇത് ഈ പറഞ്ഞൊക്കെ സ്വപ്നോ? ഈ പറഞ്ഞൊക്കെ സ്വപ്നോ? ഇത് ഹുജ്ജത്താണോ? സ്വപ്ന ഹുജ്ജത്ത് വേണ്ട. ഈമാനുള്ളതാണ് വിശ്വസിക്കാൻ. മഹാന്മാർ പറഞ്ഞ സ്വപ്നങ്ങൾ മതി. ഒരുപാട് സ്വപ്നങ്ങൾ ഹുജ്ജത്തുള്ള ഇസ്ലാമിയ. നമ്മൾ അല്ലാഹു അക്ബർ ഓരോ ഭക്തനും ബാങ്ക് വിളിക്കും. എന്താണ് അതിന്റെ കാരണം? ഒരു സഹാബിയുടെ സ്വപ്നം. മണിയടിക്കണോ, ബെല്ല് ഏർപ്പാടാക്കണോ, വേറെ സിസ്റ്റം വേണമെന്ന് സഹാബത്തുമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശൂറ ചെയ്തു, കൂടിയാലോചിച്ചു. അപ്പൊ ഒരു സഹാബി ഇരുന്നിട്ട് പറയണം, നബിയെ, ഞാൻ ഇന്നലെ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് നിസ്കാരത്തിന്റെ സമയം അറിയിക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിച്ചിട്ടാണ്. അപ്പൊ ബാങ്ക് എവിടെ നിന്ന് വന്നു? സ്വപ്നത്തിൽ നിന്ന് വന്നു. സ്വപ്നം ഹുജ്ജത്താണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. നബിയുടെ തഖ്രീർ കൊണ്ടത് ഹുജ്ജത്തായി. തെളിവ് പറയാൻ അത് മതി, ഈമാനിന് ഇതും മതി. എന്ത് പറയുന്നു? ഇൻഷാ അല്ലാഹ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് എന്റെ റബ്ബ് പുറത്തു, എന്നെ ആദരിച്ചു, വതവജനി എനിക്ക് കിരീടം വെച്ചു, വഅദ്ഖൽനിൽ ജന്ന എന്നെ സ്വർഗ്ഗത്തിൽ കടത്തി. ചോദിച്ചു, ബിമാല, ഇതൊക്കെ കിട്ടിയത് എന്തിന്റെ പേരില? മറുപടി പറഞ്ഞു, ബികസറത്തി സ്വലാത്തി അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേൾക്കണ? കുഞ്ഞോടട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. കുഞ്ഞുങ്ങളുണ്ട്, ഓടിക്കോളും. ഈ കുഞ്ഞുങ്ങൾ ഓടുമ്പോൾ ശ്രദ്ധിച്ചോണേ, താഴേക്ക് ഇറങ്ങുന്നതും അവിടെ നിൽക്കുന്ന പിന്നെ മാവിലും പൂവിലൊന്നും പിടിക്കാതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് താഴെ ഉണ്ടെങ്കിൽ ഒന്ന് ലോക്കാക്കിയിട്ടുണ്ടാ. കുഞ്ഞുങ്ങളുടെ അകത്ത് നിർത്തണം. അങ്ങോട്ട് കൊണ്ട് ചാടിപ്പോകാതെ നോക്കിയോളൂ ഇൻഷാ അല്ലാഹ്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നു, നബിയുടെ മേൽ വല്ലാതെ സലാത്ത് ചെല്ലുന്നോണ്ട്
എനിക്ക് അള്ളാഹ് ഇതൊക്കെ തന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില ആൾക്കാർ ചില സാലിഹ്യങ്ങളെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സ്വന്തം നഫ്സിന് വേണ്ടി നിശ്ചയിച്ചു, ഞാൻ ഇത്ര സലാത്ത് ചൊല്ലിയേ ദിവസം ഉറങ്ങുള്ളൂ. ഇത് വലിയ സാഹചര്യമൊന്നും ആവണ്ടേ. നമ്മുടെ ഈ ഇടപ്പരപ്പിൽ ആരും ഇങ്ങനെ പറയുന്നിടത്ത് ഞാൻ കേട്ടു, എനിക്കൊരു നിർബന്ധം, ഞാൻ എത്ര സലാത്ത് ചൊല്ലിയേ ഉറങ്ങുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ജീവിക്കുന്നുണ്ട്. നോക്കൂ, ചില എണ്ണം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അത് ചൊല്ലിയിട്ടേ ഉറങ്ങുള്ളൂ. ഒരു ദിവസം നോക്കുമ്പോ കാണാം, ഒരു രാത്രി എന്റെ കണ്ണിൽ ഉറക്കം പിടിക്കുമ്പോ ഹബീബായ മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ആ മനുഷ്യന്റെ വീട് ഇങ്ങനെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് ആ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, എന്റെ മേലിങ്ങനെ വല്ലാതെ സലാത്ത് ചെല്ലുന്ന ചുംബിഞ്ഞ് കാണിക്ക്, ആ വായിഞ്ഞ് കാണിക്ക്, ഞാനൊന്ന് ചുംബിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫസ്തഹീതു, എനിക്ക് ലജ്ജ തോന്നി. ഫഅദർതു ലഹു ഖദ്ദി, എനിക്ക് ലജ്ജ തോന്നിയിട്ട് എന്റെ കവിൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ കറക്കി. എന്നിട്ടോ എന്റെ കവിളിൽ എന്റെ വായിൽ ആ ചുംബനം നൽകി. അപ്പൊ ഞാൻ ഇങ്ങനെ ഉണർന്നു നോക്കി. അവൻ നാടിന്റെ സുഗന്ധം കാരണം ആ റൂമും പത്രവും ഇങ്ങനെ സുഗന്ധം നിറഞ്ഞു നിൽക്കുകയാ. എട്ട് ദിവസം വരെ എന്റെ കവിളത്ത് ആ ചുംബിച്ച ചുംബനത്തിന്റെ മണം അവശേഷിച്ചു എന്നൊരു സത്യവിശ്വാസി അവൻ സ്വപ്നത്തിൽ നിന്നുണർന്ന് നമ്മളോട് പ്രഖ്യാപിക്കുമ്പോ സലാത്ത് എന്ന മൂല്യമായ മഹത്വത്തിൽ വെച്ചിരിക്കുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു ഒരുപാട് സലാത്ത് ചെല്ലാൻ നമുക്ക് സൗഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ചുരുക്കിയാണ്. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞതും കേട്ടതുമായ അമലുകളെ, കാര്യങ്ങളെ അമലിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു വലിയ സൗഭാഗ്യം തരട്ടെ.